ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്ക് ഒരു നിമിഷം കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. വചനമാകുന്ന ദൈവമേ, നീ ഞങ്ങളുടെ ജീവിതത്തിന് അഭയശിലയായിരിക്കണമേ, കോട്ടയായിരിക്കണമേ. വചനത്തെ ഉദരത്തിൽ വഹിച്ചവളെ, നീ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകൾ നീ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു. നിന്റെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിക്കണമേ. ആമേൻ. ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു. ഉത്തമഗീതം 8:2 വചനം ഇങ്ങനെ പറയുന്നു. ഞാൻ നിന്നെ എൻ്റെ അമ്മയുടെ ഭവനത്തിലേക്ക്, എന്നെ ഉദരത്തിൽ വഹിച്ചവളുടെ അറയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുമായിരുന്നു. ഞാൻ നിന്നെ എൻ്റെ അമ്മയുടെ ഭവനത്തിലേക്ക്, എന്നെ ഉദരത്തിൽ വഹിച്ചവളുടെ അറയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുമായിരുന്നു. ഞാൻ യഥാർത്ഥത്തിൽ ഒരു അക്രൈസ്തവ കുടുംബത്തിൽ നിന്ന് മാമോദിസ സ്വീകരിച്ച് വന്നൊരു വ്യക്തിയാണ്. മാമോദിസ സ്വീകരിച്ച് കത്തോലിക്ക സഭയിലായിരുന്നതിന് ശേഷം പരിശുദ്ധ അമ്മയെ ഭയങ്കര ഇഷ്ടമാണ്. ചെറുപ്പം തൊട്ട് അമ്മയുടെ ഒത്തിരി സാന്നിധ്യമൊക്കെ അനുഭവിച്ച് വന്നൊരു വ്യക്തിയാണ്. അപ്പോൾ നമ്മളിങ്ങനെ സഭയിലേക്കൊക്കെ ചേർന്ന് കഴിഞ്ഞപ്പോൾ കുറച്ച് ഇങ്ങനെ സെക്ടേഴ്സിൽ നിന്നൊക്കെ, നമ്മളിപ്പോൾ മാമോദിസയ്ക്ക് വേണ്ടിയൊക്കെ ഒരുങ്ങിക്കൊണ്ടിരുന്നപ്പോൾ ഒരുപാട് സെക്ടേഴ്സിൽ നിന്നൊക്കെ ഒത്തിരി ആൾക്കാരൊക്കെ ഇങ്ങനെ വന്ന് അത് നമുക്കിങ്ങനെ ഒരു ഈ മാതാവിനെക്കുറിച്ചൊക്കെ കുറേ ഡിബേറ്റിലൊക്കെ ഇടപെടേണ്ടി വരുന്നു. അതുപോലെ തന്നെ അവരുടെ കുറേ ഡോക്ട്രൈൻസ്, ടീച്ചിങ്സ് ഇതൊക്കെ ശ്രദ്ധിക്കാനൊക്കെ ഇടയായി. അങ്ങനെ വന്നപ്പോൾ എൻ്റെ മനസ്സിലും ഭയങ്കര സംശയം കയറി. പരിശുദ്ധ അമ്മയുണ്ടോ? അമ്മയോട് എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? ഇനി ഞാനൊക്കെ കൺവേർട്ട് ചെയ്ത് വരുന്നത് ഒരു യൂണിറ്ററി ഫെയ്ത്തിൽ നിന്നാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ വിഗ്രഹാരാധനയോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഇവിടെ വന്നപ്പോൾ മാതാവിൻ്റെ സ്റ്റാച്യു, ഔസേപ്പിതാവിൻ്റെ സ്റ്റാച്യു, ഈശോയുടെ സ്റ്റാച്യു, അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് എന്തൊക്കെയോ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ഫീൽ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ മാതാവിൻ്റെ സ്റ്റാച്യുവിനോടൊക്കെ ഇങ്ങനെ ചെന്നിരുന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ വേളാങ്കണ്ണിയിലൊക്കെ പോകുമ്പോൾ സ്റ്റാച്യുവിനെയൊക്കെ മുത്തുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ എന്തൊക്കെയോ വലിയ സംശയങ്ങൾ, മാതാവ് ഉണ്ടോ? അപ്പോൾ ഈ സംശയങ്ങൾ നമുക്ക് ഉണ്ടാവണേ. അപ്പോൾ പലരും ഇങ്ങനെ ചിന്തിക്കുന്നത് ഈ സംശയങ്ങളൊക്കെ പിശാച് തരുന്നതാണ്. അങ്ങനെ ഒരിക്കലും അതിനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ജീവിതത്തിൽ സംശയങ്ങൾ ഉണ്ടാവണം. പ്രത്യേകിച്ച് ആത്മീയ ജീവിതത്തിൽ ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് നല്ല സംശയങ്ങളുണ്ടാവണം. ഈ സംശയത്തിന് നമ്മൾ ക്ലാരിറ്റി വരുത്തണം. നമ്മളിത് കണ്ടുപിടിച്ച് എക്സാക്റ്റ് അതിൻ്റെ ക്ലാരിറ്റി അറിഞ്ഞ് ബോധ്യപ്പെട്ട് വേണം വിശ്വസിക്കാൻ. അല്ലെങ്കിൽ നമ്മുടെയൊക്കെ വിശ്വാസം കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ. ആരെങ്കിലും വന്ന് പറയാണ് ഇതാണ് സത്യം എന്ന് പറഞ്ഞാൽ എല്ലാം കൂടി ഇങ്ങോട്ട് മറിയും. അപ്പം നാളെ ഒരാൾ വന്ന് പറയാണ് അതാണ് സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൂടി അങ്ങോട്ട് മറിയും. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ഒരു അനലറ്റിക്കൽ റിപ്പോർട്ടൊക്കെ അനുസരിച്ച് ഒരു 100% ബിലീവേഴ്സിനെ എടുത്താൽ 95% ബിലീവേഴ്സ് അല്ലെന്നാണ് പറയും. 5% മാത്രമേ ഉള്ളൂ ഒരു റിയൽ ബിലീവേഴ്സ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 5% ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ വ്യക്തിപരമായ നിലപാടുള്ളൂ എന്നാണ് പറയും. ബാക്കി 95% ആൾക്കാർക്കും വ്യക്തിപരമായ യാതൊരു നിലപാടും ഇല്ല. ഇനി ഒരു 100 ക്രിസ്ത്യാനികളെ എടുത്തിട്ട് യേശുക്രിസ്തു ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 95 പേരും കൺഫ്യൂസ്ഡ് ആയിരുന്നു അല്ലേ? ഇന്നത്തെ കാലത്ത് ഒരു സ്പിരിറ്റ് ഓഫ് കൺഫ്യൂഷൻസ് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ച് നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഭയങ്കരമായിട്ട് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. കംപ്ലീറ്റ് കൺഫ്യൂസ് ചെയ്യിപ്പിക്കുക, അങ്ങനെ ഒരു സാധനം. അപ്പം നമുക്ക് സംശയങ്ങൾ ഉണ്ടാവണം. സംശയത്തിന് നമ്മളത് ക്ലാരിറ്റി വരുത്തണം. ക്ലാരിറ്റി വരുത്തി നമുക്ക് വ്യക്തമായ ബോധ്യത്തോടു കൂടി വേണം ഒരു സാധനം വിശ്വസിക്കാനായിട്ട്. ഇപ്പം മാതാവിനെ വിശ്വസിക്കുന്നത് വ്യക്തമായ ബോധ്യത്തോടു കൂടി വേണം വിശ്വസിക്കാൻ. വ്യക്തമായ ബോധ്യത്തോടു കൂടി വേണം അത് പ്രാർത്ഥിക്കാനായിട്ട്. പരിശുദ്ധ കുർബാനയിൽ വ്യക്തമായ ബോധ്യത്തോടു കൂടി വേണം നമ്മളത് ചെയ്യാനായിട്ട്. ഓരോ കാര്യങ്ങൾ, ആചാര അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യുമ്പോൾ വ്യക്തമായ അങ്ങനെ ഉണ്ടെങ്കിൽ അത് ആത്മാവുള്ള ആചാരമായിട്ട് മാറുള്ളൂ. ഇനി ആത്മാവുള്ള ജപമാലയായിട്ട് മാറത്തുള്ളൂ. ഇനി നന്മ നിറഞ്ഞ പറയുമ്പോൾ നമ്മളിങ്ങനെ ചൊല്ലി പോകുന്നു. ആത്മാവിൻ്റെ ഒരു ഫലവും ഇല്ലാതെ വെറുതെ ഇങ്ങനെ ചൊല്ലിപ്പോയി കഴിഞ്ഞാൽ എന്താ പ്രയോജനം? ശരിയല്ലേ? പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നു, ആത്മാവില്ലാത്ത വെറും ഒരു ആചാരം മാത്രമായി കഴിഞ്ഞാൽ അതുകൊണ്ട് എന്ത് പ്രയോജനം? അപ്പം ആത്മാവുള്ള പരിശുദ്ധാത്മാവിൻ്റെ കൃപയൊഴുകുന്ന ഓരോ കാര്യങ്ങളായിട്ട് അത് മാറ്റണമെങ്കിൽ വ്യക്തമായ ബോധ്യം കിട്ടിയെങ്കിൽ മാത്രമേ. അല്ലേ? യേശു പറയുന്നുണ്ടല്ലോ, പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നുണ്ട്, അവൻ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നിങ്ങളെ വഴി നടത്തും. സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വഴി നടത്തും എന്നാ പറയുന്നത്. സഹായകൻ വരും, അവൻ നിങ്ങളെ സഹായിക്കും, സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് അവൻ വഴി നടത്തും. അപ്പോൾ ഞാനും ഇങ്ങനെ അന്ന് പരിശുദ്ധാത്മാവിനോട് ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ ഇങ്ങനെ എന്ത് സംശയം വന്നാലും നമുക്ക് ചോദിക്കാൻ പറ്റിയ ഒരാൾ പരിശുദ്ധാത്മാവാണേ. കാരണം അവൻ സത്യത്തിൻ്റെ ആത്മാവാണല്ലോ, യേശുവിൻ്റെ ആത്മാവാണല്ലോ, പിതാവിൻ്റെ ആത്മാവാണല്ലോ. അപ്പോൾ അവൻ സത്യത്തിലേക്ക് മാത്രമേ നയിക്കത്തുള്ളൂ. അവൻ നുണയനല്ല, അവൻ കള്ളം പറയില്ല അല്ലേ? കള്ളൻ എന്നൊക്കെ പറഞ്ഞ പിശാചിനെയൊക്കെ ഈശോ അവതരിപ്പിക്കുന്നുണ്ട്. അവൻ നുണയനാണ്, വഞ്ചകനാണ്, നുണ മാത്രമേ പറയത്തുള്ളൂ. പക്ഷേ പരിശുദ്ധാത്മാവ് അങ്ങനെയല്ല, ദൈവത്തിൻ്റെ ആത്മാവാണ്, സത്യത്തിൻ്റെ ആത്മാവാണ്, സത്യമാണത്. അപ്പോൾ സത്യമായ ഒരു കാര്യം സത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരാനായിട്ട്
സത്യത്തിൻ്റെ ആത്മാവിനെ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്ത് സംശയം ഉണ്ടെങ്കിലും വി ജസ്റ്റ് ആസ്ക് ടു ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിനോട് ചോദിക്കുക. അപ്പം ഞാനിങ്ങനെ പരിശുദ്ധാത്മാവിനോട് ചോദിച്ചു, പരിശുദ്ധാത്മാവേ, ചെറുപ്പം തൊട്ട് ആത്മാവിൻ്റെ ഒത്തിരി വഴി നടത്തൽ അനുഭവിച്ചൊരു വ്യക്തിയാണ്. അതുകൊണ്ട് അവനോട് എനിക്കൊരു ഫ്രീഡം ഉണ്ട് ചോദിക്കാനായിട്ട്. അതുകൊണ്ട് നമ്മൾ ചോദിക്കണം. കാരണം പൗലോസ് അപ്പോസ്തലനൊക്കെ ലേഖനത്തിൻ്റെ അവസാനം പറയുന്നുണ്ട്, പിതാവായ ദൈവത്തിൻ്റെ കൃപയും പുത്രനായ യേശുവിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിന്നോടുകൂടി ഉണ്ടായിരിക്കട്ടെ എന്ന് പറയും. അപ്പോൾ നമ്മുടെ ഇവിടെ സഹവസിക്കുന്ന ഒരു വ്യക്തിയാണ് പരിശുദ്ധാത്മാവ്. ഒരു വ്യക്തി എന്ന പോലെ തന്നെ നമുക്ക് അവനുമായിട്ട് ഡീൽ ചെയ്യാൻ പറ്റും ഓരോ കാര്യങ്ങൾ. ഒരു വ്യക്തിയോട് ചോദിക്കുന്ന പോലെ തന്നെ അവനോട് ചോദിക്കാൻ പറ്റും. അങ്ങനെ ഞാൻ പരിശുദ്ധാത്മാവിനോട് ചോദിച്ചു. കാരണം അവൻ്റെ മണവാട്ടിയാണല്ലോ പരിശുദ്ധ അമ്മ. അങ്ങനെയാണല്ലോ സഭ പോലും വാഴ്ത്തുന്നത് പരിശുദ്ധ മറിയത്തെ. അപ്പോൾ ഞാൻ ചോദിച്ചു, നിൻ്റെ മണവാട്ടിയൊക്കെയാണല്ലോ പറയുന്നത്, അത് വല്ല വാസ്തവമാണോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് പരിശുദ്ധാത്മാവ് കാണിച്ച വചനമാണ് ഇത്. ഉത്തമഗീതം 8:2, ഞാൻ നിന്നെ എൻ്റെ അമ്മയുടെ ഭവനത്തിലേക്ക്, എന്നെ ഉദരത്തിൽ വഹിച്ചവളുടെ അറയിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുമായിരുന്നു. ഞാൻ നിന്നെ എൻ്റെ അമ്മയുടെ ഭവനത്തിലേക്ക്. അമ്മയുടെ ഭവനം എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയമാണ്, അല്ലേ? നമ്മുടെയൊക്കെ ഭവനം നമ്മുടെ ഹൃദയമാണ്. ഈ കുരിശിൽ കടന്നുകൊണ്ട് യേശു പറയുന്നുണ്ട്, ഇതാ നിൻ്റെ അമ്മ. യോഹന്നാനോട് പറയുക, ഇതാ നിൻ്റെ അമ്മ. അപ്പോഴ് അമ്മയോട് പറയുന്നത്, ഇതാ നിൻ്റെ മകൻ. അപ്പോൾ അടുത്ത ഭാഗത്ത് വചനം ഇങ്ങനെ പറയുന്നുണ്ട്, അവളുടെ ഭവനത്തിൽ ആ മകനെ സ്വീകരിച്ചെന്നാണ് പറയും. എന്ന് വെച്ചാൽ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് യോഹന്നാനെ പൊതിഞ്ഞു. അതാ ഇവിടെ പറയുന്നത്, ഞാൻ നിന്നെ എൻ്റെ അമ്മയുടെ ഭവനത്തിലേക്ക്, എന്നെ ഉദരത്തിൽ വഹിച്ചവളുടെ അറയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. അല്ലേ? ഉദരത്തിൽ വഹിച്ച അറ, അത് പരിശുദ്ധ അമ്മയുടെ ശരിക്കും വയറാണ്, ഗർഭപാത്രമാണ്. യഥാർത്ഥത്തിൽ അത് സക്രാരിയാണ്. അല്ലെ? ഇന്നത്തെ കാലഘട്ടത്തിൽ പരിശുദ്ധ കുർബാന ഇരിക്കണ സ്ഥലം സക്രാരിയാണത്. അതുകൊണ്ടാ അല്ലേ സക്രാരി എന്നൊക്കെ പറഞ്ഞ് പരിശുദ്ധ അമ്മയെ നമ്മൾ വാഴ്ത്തുന്നത്. എന്ന് വെച്ചാൽ നമ്മളും ഈ കുർബാന സ്വീകരിക്കുമ്പോൾ, ഒരു കുർബാന സ്വീകരിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈശോയെ മാറുമല്ലേ? അതിനുവേണ്ടിയാണല്ലോ നമ്മൾ പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത്. അങ്ങനെ സ്വീകരിച്ച ഒരു വ്യക്തിക്ക് ഒരു ആവരണം ആവശ്യമാണ്. കാരണം ഞാൻ നിന്നെ എൻ്റെ അമ്മയുടെ ഉദരത്തിലേക്ക്, എന്നെ വഹിച്ചവളുടെ അറയിലേക്ക് ഞാൻ കൂട്ടിക്കൊണ്ടുപോകും. എൻ്റെ അമ്മയുടെ അറയിലേക്ക്, എന്നെ വഹിച്ചവളുടെ ഉദരത്തിലേക്ക് ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ടുപോകും. അപ്പോൾ നമ്മൾ കുർബാന സ്വീകരിച്ച് കഴിയുമ്പോൾ നമ്മളെയും ഇതുപോലെ ഒരു ആവരണത്തിൻ്റെ ഉള്ളിൽ ദൈവം ആക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ ഉദരത്തിലേക്ക് വചനം വന്ന് അമ്മയുടെ ഉദരത്തിൽ അത് രൂപപ്പെട്ടതുപോലെ തന്നെ നമ്മളും പരിശുദ്ധ കുർബാന സ്വീകരിച്ച് കഴിയുമ്പോൾ വചനമാകുന്ന ദൈവം നമ്മുടെ ഉള്ളിൽ ജനിക്കുവാണല്ലോ. നമ്മളൊരു വചനമായിട്ട് മാറുകയാണ്, നമ്മൾ മറ്റൊരു ഈശോയായിട്ട് മാറുകയാണ്, ഒരു ക്രിസ്തുവായിട്ട് മാറുകയാണ്. അങ്ങനെ മാറുന്ന നമ്മളെ പരിശുദ്ധ അമ്മയുടെ ഒരു ആവരണത്തിനുള്ളിൽ ദൈവം ആക്കുക. അങ്ങനെ ആക്കിയാണ് കുരിശിൻ്റെ ചോട്ടിൽ നിന്ന് പറയുന്നത്, ഇതാ നിൻ്റെ മകൻ. അപ്പോൾ അമ്മ അവളുടെ ഹൃദയത്തിലേക്ക് യോഹന്നാനെ സ്വീകരിക്കുകയാണ്. ഹൃദയ ഭവനമാണ്. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്കറിയാം, പ്രത്യേകിച്ച് ഒരു വിഷമ സിറ്റുവേഷനിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ, ഒരു സങ്കടത്തിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ, ആരോടും പങ്കുവയ്ക്കാൻ പറ്റാത്ത നൊമ്പരത്തിലൂടെയൊക്കെ നമ്മൾ കടക്കുമ്പോൾ, പ്രത്യേകിച്ച് ഒറ്റപ്പെടലിൻ്റെ അനുഭവത്തിലൂടെയൊക്കെ നമ്മൾ കടക്കുമ്പോൾ, കാരണം ഒറ്റപ്പെടലിൻ്റെ വേദനയാണല്ലോ ജീവിതത്തിൽ നമ്മൾ സഹിക്കേണ്ടി വരുന്ന ഏറ്റവും വലിയ വേദന. ഏറ്റവും വലിയ പെയിൻ എന്ന് പറയുന്നത് ലോൺലിനെസ് ആണ്, ഒറ്റപ്പെടലാണ്. ആരും നമ്മളെ മനസ്സിലാക്കുന്നില്ല. അങ്ങനത്തെ ഒരു വേദനയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദന. നമ്മുടെ ജീവിതത്തിൽ നമ്മളെല്ലാവരും അതുപോലൊരു വേദനയിലൂടെയൊക്കെ കടക്കുന്ന വ്യക്തികളാണ്. അപ്പോൾ അങ്ങനെ കടക്കുന്ന സമയത്ത് നമ്മളെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്ന നമ്മുടെ അമ്മയാണ്. അത് ആണാണേലും പെണ്ണാണേലും. ഇപ്പം ഞാൻ എൻ്റെ വൈഫിനെയൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒത്തിരി വിഷമത്തിലൂടെയൊക്കെയും കടന്നു പോകുന്ന സിറ്റുവേഷനിലൂടെയൊക്കെ കടന്നിട്ടുണ്ട് ഒരുപാട്. അപ്പോൾ വൈഫിന് ഏറ്റവും കൂടുതൽ ആശ്വാസം കിട്ടുന്നത് വൈഫിൻ്റെ വീട്ടിൽ പോകുമ്പോൾ. കാരണം വൈഫിൻ്റെ അമ്മയുടെ അടുത്ത് മണിക്കൂർ കണക്കിന് ഇവരിയ്ക്കും. ഇവർ ആ അടുക്കളയിൽ ആ വാതിലിൻ്റെ അവിടെ രണ്ടുപേരും അങ്ങ് ഇരുന്ന് മണിക്കൂർ കണക്കിന് സംസാരിച്ച് കഴിയുമ്പോഴത്തേക്ക് വൈഫിൻ്റെ മുഖമൊക്കെ അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് തെളിയും. അപ്പോൾ എന്ന് വെച്ചാൽ ആ വിഷമം കംപ്ലീറ്റ് സ്വന്തം അമ്മയുടെ അടുത്ത് ഇറക്കി വെച്ചു. നമുക്കിതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഒത്തിരി വിഷമം വരുമ്പോൾ നമ്മൾ അമ്മയെ ഒന്ന് കണ്ടാൽ മതി, അമ്മയെ കണ്ട് ചെന്നാൽ മതി. അതുപോലെ വൈദികരുടെ ജീവിതത്തിൽ ഇതുപോലെ. കാരണം വൈദികർ അവരെപ്പോഴും ഈ അവരുടെ അമ്മയുമായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആയിരിക്കും എന്നാണ് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വൈദികരാകാനായിട്ട് ഇറങ്ങി തിരിച്ച മൊമെൻറ്റ് തൊട്ടിട്ട് അവരുടെ വിഷമങ്ങളെല്ലാം മനസ്സിലാക്കുന്നത് സ്വന്തം അമ്മയാണ്. അപ്പോൾ അവധിക്ക് വരുമ്പോൾ ഇനി ഇടവകയെന്നൊക്കെ അവർ ഗ്യാപ്പ് കിട്ടി കഴിഞ്ഞാൽ അപ്പം സ്വന്തം അമ്മയുടെ അടുത്ത് ചെല്ലും. അവിടെ ചെന്നിരുന്ന എല്ലാ കാര്യങ്ങളും ഇറക്കി വയ്ക്കും. അപ്പോൾ ഒരു വൈദികനെ സംബന്ധിച്ചിടത്തോളം ഈ വൈദികൻ്റെ അമ്മ മരിച്ചു കഴിഞ്ഞാൽ അവർ യഥാർത്ഥത്തിൽ ഭയങ്കരമായിട്ട് ഒറ്റപ്പെടുകയെന്ന് പറയും. പിന്നെ അവർക്ക് ഷെയർ ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അമ്മ മനസ്സിലാക്കുന്ന പോലെ വേറെ ആരും അവരെ മനസ്സിലാക്കത്തില്ല. ആ സമയമൊക്കെ ആകുമ്പോഴത്തേക്കാണ് അവർ കൂടുതൽ പരിശുദ്ധ അമ്മയോട് അടുക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയ്ക്ക് ഈ യോഹന്നാനെ ചേർത്ത് കൊടുക്കുക ദൈവം. കാരണം യോഹന്നാന് ഒരു കൂട്ടാവശ്യമാണ്. കാരണം ദൈവം ഇങ്ങനെ കൂടെ നടന്ന് യോഹന്നാന് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അപ്പം യോഹന്നാൻ എന്ത് വിഷമം ഉണ്ടായാലും ഈശോയോട് തുറന്ന് പറയുമായിരുന്നു. ഈശോയിൽ നിന്നെല്ലാം സൊല്യൂഷൻ കിട്ടുമായിരുന്നു. അങ്ങനെ കിട്ടിക്കൊണ്ടിരുന്ന യോഹന്നാന് ഈശോ ഇങ്ങനെ കൊല്ലപ്പെടുന്നു.
ഇത് കാണുമ്പോഴത്തേക്ക് അങ്ങ് ഹൃദയം തകർന്നു പോവുക. ശരിക്കും ആ ഹൃദയം തകർന്ന യോഹന്നാന് പരിശുദ്ധ അമ്മയെ ഒരു കൂട്ടായിട്ട് കൊടുക്കുക. ഒരു കൂട്ടെപ്പോഴും നമുക്ക് ആവശ്യമാണ് ജീവിതത്തിൽ, ശരിയല്ലേ? ഒരു കൂട്ടെപ്പോഴും നമുക്ക് ആവശ്യമാണ്. ശരിക്കും നമ്മുടെയൊക്കെ യാത്രകളും ഈ കൂട്ട് തേടിയുള്ള യാത്രകളാണ്, അല്ലേ? ശരിക്കും നമുക്കിപ്പോൾ കുടുംബത്തിൽ ചിലപ്പോൾ നമുക്ക് കൂട്ടുകൂടാൻ പറ്റാത്ത സിറ്റുവേഷനൊക്കെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. ചിലപ്പം ജീവിത പങ്കാളിയായിക്കോട്ടെ, മക്കളായിക്കോട്ടെ, മാതാപിതാക്കളായിക്കോട്ടെ, അവരുമായിട്ടൊന്നും ഒരു എക്സാക്റ്റ് ഒരു കൂട്ടിലേക്ക് നമ്മൾ അടുക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ വേറെ പുറത്തുനിന്ന് ഒരു ആത്മാർത്ഥമായ ഒരു സുഹൃത്തിനെ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആ ഒരു ആത്മാർത്ഥ സുഹൃത്തിനോട് സ്വന്തം ജീവിത പങ്കാളിയോട് പറയാത്ത കാര്യങ്ങൾ പോലും നമ്മൾ പറയും. ഒരു കൂട്ട ജീവിതത്തിൽ ഭയങ്കര ആവശ്യം, എല്ലാത്തിനും, എല്ലാ ജീവജാലങ്ങൾക്കും കൂട്ട് ആവശ്യമാണ്. അപ്പോൾ ഈ ഒരു കൂട്ടിന് വേണ്ടിയാണ് പരിശുദ്ധ അമ്മയ്ക്ക് ഈ യോഹന്നാനെ ചേർത്തം കൊടുക്കുന്നത്, ഒരു കൂട്ട് കൊടുക്കുക. അപ്പം ഈ പരിശുദ്ധ ദൈവമാതാവിൻ്റെ ആദ്യത്തെ പ്രത്യക്ഷീകരണം നടന്ന ഏതാണ്ട് AD 48 പറയുന്നത്. ചരിത്രം പറയുന്നത് അങ്ങനെയാണ്, AD 48. അത് സ്പെയിനിൽ യാക്കോബ്സ്ലിയൊക്കെയാണ് പ്രത്യക്ഷപ്പെട്ടത്. അപ്പം ഈ ശിഷ്യന്മാരുടെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെന്തക്കോസ്ത കഴിഞ്ഞപ്പോൾ ഇവർ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് സുവിശേഷവാഹകരായിട്ട് ഇവരങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഇവർ സുവിശേഷം പ്രസംഗിച്ച് പോകുമ്പോൾ ഇവരുടെ ജീവിതത്തിൽ ഒത്തിരി ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ, ഇവർക്ക് എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിലൂടെയൊക്കെ ഇവർ കടന്നു പോകുമ്പോഴത്തേക്ക് ഒത്തിരി വിഷമം വരുമ്പോൾ ഇവർ ആഗ്രഹിക്കുന്നത് പരിശുദ്ധ അമ്മയെ കാണാൻ. കാരണം അമ്മയുടെ കയ്യിൽ നിന്ന് ഇവർക്ക് ഭയങ്കര ആശ്വാസം കിട്ടും. അപ്പം നമ്മളും ഇതുപോലെ ജീവിതത്തിൽ ഒത്തിരി വിഷമിച്ചൊക്കെ ഇരിക്കുമ്പോൾ നമ്മളിപ്പോൾ ബെഡിലൊക്കെ നമ്മൾ കിടക്കുന്ന ഒരു പൊസിഷൻ തന്നെ ഇങ്ങനെ ചുരുണ്ട് കൂടിയാണ് കിടക്കുന്നത്. അങ്ങനെ നമ്മളൊരു കാലഘട്ടത്തിൽ നമ്മൾ കിടന്നിട്ടുണ്ട്. എവിടെയാണെന്നറിയാമോ? അമ്മയുടെ ഉദരത്തിൽ. അപ്പോൾ ദ മോസ്റ്റ് പ്രൊട്ടക്റ്റബിൾ പ്ലേസ് ഇൻ ദ എർത്ത് ഇസ് മദേഴ്സ് വോംപ് എന്നാണ് പറയുന്നത്. അത് അമ്മയുടെ ഉദരമാണ്. നമുക്ക് ഏറ്റവും ഒരു സംരക്ഷണം കിട്ടുന്നൊരു സ്ഥലം അമ്മയുടെ ഉദരമാണ്. അവിടുന്ന് പുറത്ത് വന്നു കഴിയുമ്പോഴാണല്ലോ പ്രശ്നങ്ങൾ മുഴുവൻ. കാരണം അതൊരു സുരക്ഷാ കേന്ദ്രമാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി വിഷമത്തിലൂടെ നമ്മൾ കിടക്കുമ്പോൾ നമ്മളിങ്ങനെ കട്ടിലിങ്ങനെ ചുരുണ്ടുകൂടിയാണ് കിടക്കുന്നത്. കൈയൊക്കെ ഇങ്ങനെ കാലിലിടക്കി വെച്ചിട്ട് ഇങ്ങനെ ഈ ചുരുണ്ടുകൂടി അട്ട കിടക്കുന്ന പോലെ നമ്മൾ കിടക്കും. കാരണം അത് ആ അമ്മയുടെ ഉദരത്തിൽ നമ്മൾ കിടന്ന അതിലേക്ക് നമ്മുടെ മനസ്സ് പോകുന്ന, കാരണം അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് ആവശ്യമുണ്ടെന്ന് പോകുന്ന, അത് പരിശുദ്ധ മാതാവിന് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ടാണ് അമ്മ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നത്. അപ്പം ഈ സ്പെയിനിൽ വെച്ചിട്ട് യാക്കോസ്ലിബയ്ക്ക് അമ്മ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. കാരണം യാക്കോസ്ലിബ ഇങ്ങനെ വചനം പങ്കുവെക്കുമ്പോൾ ഇതാരും അംഗീകരിക്കുന്നില്ല. ഭയങ്കര പാഷണ്ഡതയുടെ ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ ഇതാരും അംഗീകരിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ യാക്കോസ്ലിബയ്ക്ക് ഭയങ്കര ഒരു മടുപ്പ് തോന്നി. അങ്ങനെ ഇരുന്നപ്പോഴേ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അന്ന് ആഗ്രഹിച്ചു. അന്നാണ് ദ ലേഡി ഓഫ് പില്ലർ. അന്ന് അമ്മ ജീവിച്ചിരിപ്പുണ്ട്, ശരിക്കും ജെറുസലേമിൽ ജീവിച്ചിരിപ്പുണ്ട്. ഇന്ന് സ്പെയിനിൽ അമ്മ പ്രത്യക്ഷപ്പെടുന്നു. ഒരു പില്ലറിൻ്റെ പുറത്ത് ഒരു ഉണ്ണീശോയായിട്ടിരിക്കുന്ന ഒരു മാതാവ്, ലേഡി ഓഫ് പില്ലർ എന്ന് അറിയപ്പെടുന്നത് അവിടെ. അപ്പോൾ അത് AD 48 പറയുന്നത്. ഇത് ബൈലൊക്കേഷനാണ്. അന്ന് അമ്മ ജീവിച്ചിരിപ്പുണ്ട് ജെറുസലേമിൽ, അമ്മ മരിച്ചിട്ടില്ല അന്നത്തെ കാലഘട്ടത്തിൽ. പാരമ്പര്യം അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു പ്രത്യക്ഷീകരണമൊക്കെ സംഭവിക്കുന്നത് അങ്ങനെയാണ്. അപ്പം ശിഷ്യന്മാരുടെ ജീവിതത്തിലായിക്കൊള്ളട്ടെ, നമ്മുടെ ജീവിതത്തിലായിക്കൊള്ളട്ടെ, ഈ അമ്മയുടെ സാന്നിധ്യം. ഇപ്പം എൻ്റെയൊക്കെ ജീവിതത്തിൽ ഞാൻ ഓർക്കുന്നുണ്ട്, നമുക്ക് ചില ഒറ്റപ്പെടലിലൂടെയൊക്കെ നമ്മൾ കടന്നു പോയി. ആരും നമ്മളെ മനസ്സിലാക്കത്തില്ല, ഒത്തിരി വേദനിക്കും നമ്മൾ. കാരണം ഇത് ആരോട് ഷെയർ ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. ഇപ്പം ഒരു ശുശ്രൂഷകൻ എന്ന ലെവലിൽ ഞാൻ പറയുകയാണ്, നമ്മളോട് എല്ലാവരും വന്ന് പറയും, ജോർജെ പ്രാർത്ഥിക്കണം, ഇന്ന പോലെ ഒരു വിഷമമുണ്ട്, എല്ലാവരും ഇറക്കിയൊക്കെ വെക്കും. നമ്മളിതൊക്കെ മണിക്കൂർ കണക്കിന് കേൾക്കും. പക്ഷെ നമ്മുടെ ഒരു വിഷമം കേൾക്കാൻ ആരുമില്ല. നഗ്നമായ സത്യമാണത്. കാരണം നമുക്ക് ആരോട് തുറന്ന് പറയാനാ? ആരും മനസ്സിലാക്കില്ല. ഇനി ഇതെല്ലാം കൊണ്ട് ഇറക്കി വെക്കുന്ന കുമ്പസാരക്കൂട അവിടെ അങ്ങ് കരഞ്ഞു തീർക്കും. കാരണം അവിടെ മാത്രമേ ഉള്ളൂ നമുക്ക് ഇറക്കി വെക്കാൻ പറ്റുന്നൊരു സ്ഥലം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ എൻ്റെയൊക്കെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും ആഗ്രഹിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ ഒരു സാന്നിധ്യം. അത് വല്ലാത്തൊരു അതിജീവനമാണ്. അതിനെ നമ്മളൊരു സ്ട്രക്ചറായിട്ടൊന്നും കാണണ്ട, ഒരു രൂപക്കൂടിലിരിക്കുന്ന ഒരു സ്ട്രക്ചറായിട്ടൊന്നും പരിശുദ്ധ അമ്മയെ കാണണ്ട. ഇറ്റ്സ് എ സിറ്റുവേഷൻ, നമ്മുടെ ലൈഫിലൊരു സിറ്റുവേഷനാണ്. ആ സിറ്റുവേഷനിൽ നമ്മൾ പരിശുദ്ധ അമ്മയുടെ അടുത്ത് ചെന്നിരിക്കുന്നു. അമ്മ ഇരിക്കുമ്പോൾ പലപ്പോഴും അമ്മ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നെഞ്ചോട് ചേർത്ത് വെക്കാറുണ്ട്. അമ്മയുടെ നെഞ്ചിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് അനുഭവിച്ചൊരു വ്യക്തിയാണ്, അറിയാം. കാരണം അതിൻ്റെ ഒരു സ്പന്ദനം നമുക്കറിയാം, അതിൻ്റെ ഒരു കരുതലറിയാം, അതിൻ്റെ ഒരു ശക്തി നമുക്കറിയാം. എന്നിട്ട് പരിശുദ്ധ അമ്മ നമ്മുടെ കണ്ണിലേക്കൊക്കെ നോക്കിയിട്ട് പറയും, വിഷമിക്കണ്ട മോനെ, ഒന്ന് സങ്കടപ്പെടണ്ട, എൻ്റെ കുഞ്ഞും ഇങ്ങനെയായിരുന്നു, അവനെ ആരും മനസ്സിലാക്കിയില്ല. ശരിക്കും ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് യേശുവായിട്ടുള്ളൊരു താതാത്മ്യപ്പെടലാണ് പരിശുദ്ധ അമ്മ സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണ്, യേശുവായിട്ടുള്ളൊരു താതാത്മ്യപ്പെടലാണ്. കുഞ്ഞെ നീ വിഷമിക്കണ്ട, എൻ്റെ കുഞ്ഞിനെ ആരും മനസ്സിലാക്കിയില്ല. ശരിയാണല്ലോ, യേശുവിനെ ആരും മനസ്സിലാക്കിയില്ല. അവനെ എന്തൊക്കെയാണ് വിളിച്ചത്? ഭ്രാന്തൻ, വട്ടൻ, കല്ലെറിഞ്ഞ് ഓടിച്ചു, അല്ലേ? അവൻ ജനിച്ച ബത്ലഹേമിലേക്കൊക്കെ അവൻ ചെല്ലുമ്പോൾ അവനെ കല്ലെറിഞ്ഞ് ഓടിച്ചെന്നാണ് പറയുന്നത്. കാരണം അങ്ങനെ സിറ്റുവേഷനിലൂടെയൊക്കെ അവൻ കടന്നിട്ടുണ്ട്. അവനെ ആരും മനസ്സിലാക്കിയിരുന്നില്ല. അങ്ങനെ ആരും മനസ്സിലാക്കാത്ത കുറച്ച് കാര്യങ്ങൾ
പരിശുദ്ധ അമ്മയ്ക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലേ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു പരാതി ഇതാണ്, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, അല്ലെ ഞാൻ പറയുന്ന ആർക്കും മനസ്സിലാവുന്നില്ല, എൻ്റെ വിഷമം എന്താണെന്ന് ആരും മനസ്സിലാക്കുന്നില്ല, ഞാൻ ശരീരത്തിൽ അനുഭവിക്കുന്ന വേദന എന്താണെന്ന് ആരും മനസ്സിലാക്കുന്നില്ല. എൻ്റെ കുഞ്ഞെ, ആരും മനസ്സിലാക്കാത്ത വിഷമങ്ങളെ പരിശുദ്ധ അമ്മ മനസ്സിലാക്കും. അതാണ് ആ വചനം വ്യക്തമായിട്ട് പറയണത്. ഉത്തമഗീതം 8:2, ഞാൻ നിന്നെ എൻ്റെ അമ്മയുടെ ഭവനത്തിലേക്ക്, അമ്മയുടെ ഹൃദയം അത്. ആ ഹൃദയത്തിൽ എല്ലാവർക്കും സ്ഥാനമുണ്ട്. ആ ഹൃദയം ആരെയും അവഗണിക്കുന്നില്ല. സകലർക്കും ആ ഹൃദയത്തിൽ സ്ഥാനമുണ്ട്. അതിൻ്റെ സൂചനയാണ് യോഹന്നാനെ അവൾ തൻ്റെ ഭവനത്തിൽ സ്വീകരിച്ചു. ഹൃദയമാണ്. എന്നെ ഉദരത്തിൽ വഹിച്ചുള്ള അറയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. എന്നെ ഉദരത്തിൽ വഹിച്ചവളുടെ അറയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. അതൊരു സംരക്ഷണമാണ്, അതൊരു കവചമാണ്. ദൈവപിതാവ് നമുക്കൊരുക്കിയിരിക്കുന്ന ഒരു കവചം. വചനത്തെ ഉദരത്തിൽ വഹിച്ച പോലെ തന്നെ പരിശുദ്ധ അമ്മയുടെ കാപ്പ കൊണ്ട് നമ്മളെയും പൊതിയുന്നു. അവളുടെ ഉദരത്തിലേക്ക് നമുക്കും ഒരു അഭയം കിട്ടും. ആ കാപ്പ കൊണ്ട് നമ്മൾ പൊതിയണം. ഞാനൊക്കെ ഇങ്ങനെ ശുശ്രൂഷയ്ക്ക് എന്തെങ്കിലും ടോക്ക് എടുക്കാൻ ആലുവയ്ക്ക് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് അവിടെ ഒരു സ്നേഹതീരമുണ്ട്. അവിടെ മാതാവിൻ്റെ സ്റ്റാച്ചു ഉണ്ട്. ഒരു ലൂർദ് മാതാവാണ്, ഇങ്ങനെ വിരിച്ചു പിടിച്ച് നിൽക്കുന്ന നീല കാപ്പയൊക്കെ ഇങ്ങനെ വിരിച്ചു പിടിക്കുന്ന ഒരു മാതാവ്. അപ്പം ഈ അമ്മയുടെ അടുത്ത് വന്നിട്ട് കുറച്ച് നേരം ഇങ്ങനെ സംസാരിക്കും. വെളുപ്പിന് ഒരു 4 മണിക്കൊക്കെ ആയിരിക്കും. അപ്പോൾ വന്നിട്ട് ഇങ്ങനെ അമ്മയോട് പറയും, ദേ അമ്മേ കൂടെ വന്നേക്കണം കേട്ടോ, നീല കാപ്പ കൊണ്ട് പൊതിഞ്ഞേക്കണം, എൻ്റെ സാന്നിധ്യം എപ്പോഴും തന്നേക്കണം, എൻ്റെ കൂടെ കൈ തന്നെ പിടിച്ചേക്കണം, വിട്ടേക്കരുത് കേട്ടോ എന്നൊക്കെ പറയും. പറയുമ്പോൾ ഇങ്ങനെ നോക്കി നന്നായിട്ടൊന്ന് ചിരിക്കും. എന്നിട്ട് പറയാം, അതേ വീട്ടിൽ പിള്ളേരെയും വൈഫിനെയൊക്കെ ഒന്ന് പൊതിഞ്ഞ് സംരക്ഷിച്ചേക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത്. എന്നിട്ട് തിരിച്ചു പോകുമ്പോഴത്തേക്ക് അവിടെ നിന്നിട്ട് അവർ ഇങ്ങനെ അമ്മയോട് പറയും, അമ്മേ വന്നതിനൊക്കെ ഒത്തിരി നന്ദി കേട്ടോ, എന്നിട്ടൊരു ഫ്ലൈയിങ് കിസ്സൊക്കെ കൊടുത്തിട്ടാണ് പോകുന്നത്. അതിനുള്ളൊരു സ്വാതന്ത്ര്യം നമുക്കുണ്ട്. നമ്മുടെ അമ്മയല്ലേ, അല്ല എന്നെ കെട്ടിപ്പിടിച്ച് നിനക്ക് ഉമ്മ വയ്ക്കണം, നീ ഉമ്മ വെച്ചു. അങ്ങനെ ഒരു ദൈവം, ഇറ്റ്സ് എ ലിവിങ് അല്ലേ. അമ്മയുടെ സാന്നിധ്യം എന്ന് പറഞ്ഞ ഒരു ലൈവാണത് അല്ലേ. രൂപക്കൂടിനകത്തിരിക്കുന്ന നേരത്തെ പറഞ്ഞ ഒരു സ്ട്രക്ചർ അല്ല അത്. ഇറ്റ്സ് എ സിറ്റുവേഷൻ, ഇറ്റ്സ് എ ലിവിങ് തിങ്. അപ്പോൾ ആ പരിശുദ്ധ അമ്മയുടെ അങ്ങനെ നമുക്കൊരു സ്വാതന്ത്ര്യമുണ്ട്. കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കാനായിട്ട്, കൂടെ നടത്താനായിട്ട്, കൈ പിടിച്ച് നടത്താനായിട്ടൊക്കെ പരിശുദ്ധ അമ്മ സഹായിക്കും. നമ്മളെ ഇങ്ങനെ കൈപിടിച്ച് നടത്തും നമ്മളെ ഓരോ ജീവിത ഘട്ടങ്ങളിൽ. അപ്പോൾ ആ അമ്മയിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ആ ഒരൊറ്റ വചനം പരിശുദ്ധാത്മാവ് തന്നതോടുകൂടി ആ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വഴി നടത്തുകയാണ്. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഉണ്ട്. പരിശുദ്ധ അമ്മയ്ക്ക് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വലിയ റോള് പിതാവായ ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്. അത് പരിശുദ്ധ അമ്മ ഭംഗിയായിട്ട് അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ അമ്മയിലേക്ക് നമുക്ക് ശരണപ്പെടാം. അമ്മയുടെ ഭവനത്തിൽ നമുക്ക് അഭയം തേടാം. ആ അമ്മയുടെ ഉദരത്തിൽ നമുക്ക് ഒരു ആശ്വാസം കണ്ടെത്താം. പരിശുദ്ധ അമ്മേ, നീ ഞങ്ങളെ പൊതിയണമേ, നിൻ്റെ വിമല ഹൃദയത്തിനുള്ളിൽ ഞങ്ങൾക്ക് അഭയം നൽകണമേ. ആമേൻ.